you really love me? Jesus said to Peter, Lord, I really love you. Peter said to Jesus. സെൻറ്റ് പീറ്റേഴ്സ് പൊന്തിഫിക്കൽ സെമിനാരി ബാംഗ്ലൂരിൽ ഫിലോസഫി പഠിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ഗാനമാണിത്. ഈ ഗാനം അവസാനിക്കുന്നത് യേശുവിൻ്റെ 3 തവണയുള്ള ചോദ്യങ്ങളും പത്രോസ് നൽകുന്ന മറുപടിയോടും കൂടെയാണ് ഗാനം അവസാനിക്കുന്നത്. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, നാം ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷത്തിലും യേശു ഈ ചോദ്യമാണ് ആവർത്തിക്കുന്നത്. ഈ ചോദ്യമാണ് നാം കാണുന്നത്. പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യേശു ചോദിക്കുന്നു. തിബേരിയാസ് കടൽ തീരത്ത് വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. യേശു ശിഷ്യന്മാരോടൊപ്പം പ്രാതൽ കഴിക്കുകയും അതിനെ തുടർന്ന് യേശു പത്രോസിനോട് 3 തവണ ചോദിക്കുന്ന ചോദ്യവും കഴിഞ്ഞ വർഷം 2025 പ്രത്യാശയുടെ തീർത്ഥാടനത്തിൻ്റെ വർഷം, ഇയർ ഓഫ് ഹോപ്പിൽ എനിക്ക് ഹോളി ലാൻഡ് സന്ദർശിക്കുവാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. അവിടെ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ തന്നെ ഒരു ദൈവിക അനുഭവം ലഭിച്ച ഒരിടമായിരുന്നു ഈ ഒരു സ്ഥലം. അതായത് യേശു ശിഷ്യന്മാരോടൊപ്പം പ്രാതൽ കഴിച്ചതും പത്രോസിനോട് 3 തവണ ചോദ്യങ്ങൾ ചോദിച്ചതുമായ ആ സ്ഥലം. അവിടെ ഇന്നൊരു ദേവാലയമുണ്ട്. ഒത്തിരി വിശ്വാസികൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ സമയം ആ ദേവാലയത്തിലും അതിൻ്റെ തിബേരിയസ് കടൽ തീരത്തുമൊക്കെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഇതൊരു ദൈവ അനുഭവത്തിലേക്കാണ് യേശു ഈ ചോദ്യത്തിലൂടെ നമ്മെ വിളിക്കുന്നത്. പത്രോസ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നതിലൂടെ യേശു നമ്മളെ ഓരോരുത്തരോടും ചോദിക്കുകയാണ്. നിനക്ക് അല്ലെങ്കിൽ എനിക്ക്, നമുക്ക് ഓരോരുത്തർക്കും ദൈവവുമായുള്ള സ്നേഹബന്ധത്തിലേക്ക് നമ്മളെ യേശു ക്ഷണിക്കുകയാണ്. മറ്റെല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നൊരു ആത്മശോധനയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വചനമാണിത്. യേശു 3 തവണയാണ് പത്രോസിനോട് ചോദിച്ചത്. എന്താ അതിൻ്റെ അർത്ഥം? 3 തവണയാണ് പത്രോസ് യേശുവിനെ നിഷേധിച്ചത്, തള്ളിപ്പറഞ്ഞത്. അതായത് തള്ളിപ്പറഞ്ഞവൻ്റെ ഉള്ളിലെ കറകൾ അവൻ്റെ സ്നേഹം കൊണ്ട് തന്നെ, അവൻ്റെ സ്നേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് തന്നെ യേശു കഴുകിക്കളയുകയാണ്. നമ്മൾ എത്ര തന്നെ പാപികളാണെങ്കിൽ പോലും ദൈവസ്നേഹത്തിലൂടെ, ദൈവവുമായുള്ളൊരു സ്നേഹബന്ധത്തിലൂടെ നമ്മുടെ ഉള്ളിലെ പാപങ്ങളൊക്കെ നമുക്ക് കഴുകിക്കളയാൻ സാധിക്കും എന്നതിൻ്റെ ഒരടയാളമാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകൾ എന്തുമാകട്ടെ, കഴിഞ്ഞ കാലത്തിലെ കുറ്റങ്ങളും തെറ്റുകളും എന്തുമാകട്ടെ, കരുണയോടെ യേശു നമ്മെ നോക്കി ചോദിക്കുകയാണ്, മകനെ, മകളെ, ഡു യു റിയലി ലവ് മീ? എന്തുത്തരമാണ് നാം നൽകാൻ പോകുന്നത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ പത്രോസിന് യേശു നൽകുന്ന മറുപടി ഇതാണ്: എൻ്റെ ആടുകളെ മേയ്ക്കുക. അജപാലന ദൗത്യം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട്, ദൈവവുമായുള്ള നമ്മുടെ സ്നേഹബന്ധം കൊണ്ട് നമ്മുടെ ഉള്ളിലെ പാപക്കറകളൊക്കെ നമുക്കും കഴുകിക്കളയാം. ആമേൻ.